നമസ്കാരം സാറേ. നമസ്കാരം. ഈ ഭാഗത്ത് അങ്ങനെ മോഷണം നടക്കാറുള്ള സുധാര? ഇവിടെ നാട്ടുകാർ അങ്ങനെ തന്നെയാണ് സാറേ പറയുന്നത്. ഈ വിരലടയാള വിദഗ്ധർ വന്നിട്ടുണ്ടോ സാർ? ഇവിടുത്തെ വീട്ടുകാരാണ്, എൻ്റെ അളിയനാണ് സാറേ. അത് ശരി. എന്താ ചോദിച്ചാൽ? വിരലടയാള പരിശോധിക്കുന്ന ആള് അല്ലേ? വന്നിട്ടുണ്ട്. എന്താ? അല്ല, ഞങ്ങൾ വീട്ടുകാരുടെ എല്ലാവരുടെയും വിരലടയാളം ആ മുറിയിൽ ഇഷ്ടംപോലെ കാണുമല്ലോ. അതിൻ്റെ ഇടയിൽ നീ കള്ളൻ്റെ വിരലടയാളം മാത്രമായിട്ട് വേർതിരിച്ചെടുക്കാൻ പറ്റുമോ സാർ? എവിടെ ജോലി ചെയ്യുന്നത്? അളിയൻ ഈ ബംഗാളി ബീഹാറി ലേബേഴ്സിനെ സപ്ലൈ ചെയ്യുന്ന ആളാണ് സാറേ. ആണോ? എനിക്ക് മറ്റൊരു കേസിൽപ്പെട്ട ഒരു ബീഹാറിയെ പറ്റി ചില കാര്യങ്ങൾ അറിയാനുണ്ട്. ഒരു മിനിറ്റ് ഒന്ന് വന്നേ. ഞങ്ങളുടെ അവിടെ ബീഹാറികളില്ല, മുഴുവൻ ഒറീസക്കാരാ സാറേ. അത് സാറില്ല, വരൂ. സുധാര സാർ, ഒന്നിങ്ങോട്ട് വന്നേ. ഇയാളുടെ ഭാര്യ വിളിച്ചോ? എല്ലാവരും പോയിക്കോളും. ഇവിടെ മാലൊന്നും മോശം പോയില്ല. പോയിക്കോളും. ശരി, പോയിക്കോളും. എവിടായിരുന്നു? ഇന്ന രജിസ്റ്റർ കല്യാണം, സാക്ഷികൾ ഒപ്പിടണമല്ലോ. ഒന്ന് ഗോപാൽജി ആവാന്ന് വിചാരിച്ചിരുന്നത്, കാണാതായപ്പോൾ സലോമി എന്നത് ഏർപ്പാടിയാന്ന് പറഞ്ഞു. ഗോപാൽജി എവിടെയായിരുന്നു? ഒരാളുടെ 16 അടിയന്തരം ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ട് വരിക. ഓ, മരിച്ചാര? ബംഗാളിയോ ഒറീസയോ? ഒരു കിഴങ്ങ് മലയാളി. അയ്യോ പാവം. അതൊക്കെ പോട്ടെ, നിന്റെ കാര്യമൊക്കെ ഓക്കെ ആയല്ലോ അല്ലേ? ഈ രജിസ്റ്ററിലൂടെ കഴിയുമ്പോൾ എല്ലാം ഓക്കെ. എൻ്റെ കാര്യം ഏതാണ്ട് ഓക്കെ ആയി. നല്ല കാര്യം. ഗോപാൽജി, എൻ്റെ ഈ ജുബ ഇങ്ങനെയുണ്ട്. ബൈക്ക് പറ്റുവാണെങ്കിൽ കുറച്ച് കാശ് ബാക്കി നമുക്ക് വാങ്ങിച്ചത്. കല്യാണമല്ലേ, ഒരു ചേഞ്ചൊക്കെ വേണ്ടേ? ഒരു ജുബയുടെ കുറവേ നിനക്ക് ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഒരു തൊഴിൽ പഠിപ്പിച്ചു തന്നതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്ത് തൊഴിൽ? ഇനിയിപ്പോൾ ഏജൻറ്റ് പണി പോയാലും പേടിക്കാനില്ല. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. അല്ല, കുറ്റം എൻ്റെ തന്നെയാണ്. ഗോപാൽജി ആർട്ട് സിനിമ പോലെ പരസ്പരം ബന്ധമില്ലാതെ സംസാരിക്കുന്നു. ഭാര്യ, മക്കൾ, അളിയൻ, SI. ഗോപാൽജി, ഇനി ഇന്ന് വൈകും. പോട്ടെ, രജിസ്റ്റർ കഴിഞ്ഞ് കാണാം. ഓക്കെ, ടേക്ക് കെയർ. ഹലോ സലോമി, ഞാൻ ഇവിടെ എത്തി. അപ്പച്ചന് ഈശ്വര, എവിടെ എവിടെ? കരയല്ലേ സലോമി? ഞാൻ എന്താ വരാം, ഇപ്പം വരാന്ന്. കിളവന് നെഞ്ചുവേന വരാൻ കണ്ട സമയം. എന്താ നമ്മുടെ അപ്പച്ചനെ പറ്റിയേ? എവിടെ കിടത്തിയിരിക്കുന്നത്? എല്ലാ ടെസ്റ്റും ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞു. അതിന് കൊണ്ടുപോയിരിക്കുക. ഇന്നലെ രാത്രി പൊറോട്ടയും ബീഫും കഴിച്ചിട്ട് കിടക്കുമ്പോൾ ഒരു കുഴപ്പമില്ലായിരുന്നു. ഇന്ന് രാവിലെ റൂമിൽ ചെല്ലുമ്പോൾ എന്നോട് പറയാം, എനിക്കെന്തോ തളർച്ച പോലെ, ഉടനെ ആശുപത്രി പോകണമെന്ന്. ഇനിയിപ്പോൾ പൊറോട്ട കഴിച്ചുകൊണ്ടല്ലോ. അതിൻ്റെ ഒന്നല്ല, അപ്പച്ചൻ എന്നും 5-6 പൊറോട്ട കഴിക്കുന്നതല്ലേ. പതുക്കെ പോലെ COAD ആണോ സിസ്റ്റർ? പേഷ്യൻ്റ് എൻ്റെ അപ്പച്ചന് COAD അല്ലെങ്കിൽ TIA, CCF അങ്ങനെ വല്ലതും ആണോ? ഡോക്ടർ വരുമ്പോൾ ചോദിച്ചോളൂ. സിൽവിമോൻ ആരെ പറ്റിയാ CAD ആണോ എന്ന് ചോദിച്ചത്? CAD അല്ലെന്ന് ജി, COAD അസുഖത്തിൻ്റെ പേര്. എന്ന് വെച്ചാൽ ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് എയർവേ ഡിസീസ്. ഞങ്ങൾ ഈ മെഡിക്കൽ രംഗത്തുള്ളവർ പറയുന്ന ചുരുക്കപ്പേര്. നമ്മുടെ കല്യാണം മുടങ്ങി. അതാണ് ഇപ്പോൾ പ്രധാന കാര്യം. ഈ അവസ്ഥ ഞാൻ എങ്ങനെ ജർമ്മനി പോകും? അയ്യോ, വിസ ക്യാൻസൽ ആവില്ലേ? സലോമി, ഈ കിടക്കുന്ന എൻ്റെയും കൂടെ അപ്പച്ചന്
യാത്ര മുടക്കുന്നതിനെ പറ്റി ആലോചിക്കുക വേണ്ട. അത് ശരിയാ മോളെ. സിൽവി മോൻ ഉണ്ടല്ലോ ഇവിടെ. മോൻ കടം വാങ്ങിച്ച കാശാ വിസയ്ക്ക് കൊടുത്തത്. എല്ലാം വെറുതെ ആവത്തില്ലേ? ഇല്ല അമ്മച്ചി, ഞാൻ ജർമ്മനിക്ക് പോകുന്നില്ല. സലോ നീ വന്നു. ഒരു മിനിറ്റ് അമ്മച്ചി. ഇവിടെ ചികിത്സിക്കാൻ ഡോക്ടർമാരുണ്ട്. ഒരു നേഴ്സിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ ഞാനുണ്ട്. എന്നെ വിശ്വാസമില്ല. എന്നാലും സലോമി ഇവിടെ നിന്നിട്ട് എന്താ പ്രയോജനം? ഒരു കാരണവശാലും യാത്ര മുടക്കരുത്. മറ്റന്നാളിലെ ടിക്കറ്റ്. അവിടെ പോയി ജോയിൻ ചെയ്തിട്ട് ഒന്നെങ്കിൽ വന്നാൽ മതി. ആ വരവിൽ നമ്മുടെ കല്യാണം. ധൈര്യമായിട്ട് വിമാനത്തിൽ കയറിക്കും. ചെല്ലമോളെ, അപ്പച്ചൻ ആശുപത്രി ഡിസ്ചാർജ് ചെയ്തല്ലോ. ഡിസ്ചാർജ് ചെയ്തല്ല മോനെ, ഡോക്ടർമാരുമായിട്ട് വഴക്കിട്ടതാ. ആശുപത്രി കിടന്ന അപ്പച്ചന് മതിയായി, അതാ കാര്യം. ഛേ, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? ഞാൻ അവിടെ ചെന്നപ്പോഴല്ലേ കാര്യം അറിഞ്ഞത്. ഇപ്പം എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ല. മാസത്തിലൊരിക്കലും ചെക്കപ്പിന് പോയാൽ മതി. ഇതകത്തേക്ക് വെച്ചേ. അപ്പച്ചന് ഹോർലിക്സും കുറച്ച് ഫ്രൂട്ട്സൊക്കെ. സിൽവിമാൻ ഇരിക്കെ, ചായ എടുക്കാം. അപ്പച്ചൻ ബാത്റൂമിലാ. ആ, നല്ലതായിരുന്നു. സലോമി പോയിട്ട് വിളിച്ചില്ലല്ലോ അമ്മച്ചി. വിളിച്ചില്ലേ? ഇവിടെ അപ്പച്ചനെ ഒരു തവണ വിളിച്ചു. അതെപ്പോഴായിരുന്നു മോളെ? ആ, പോയിട്ട് 4-5 ദിവസം കഴിഞ്ഞിട്ട്. പുതിയ സ്ഥലമല്ലേ, താമസമൊക്കെ ശരിയാവുന്നേ ഉള്ളൂ. പിന്നെ IST വിളിക്കാനുള്ള കാശ് കയ്യിലില്ലല്ലോ, ശമ്പളം കിട്ടണ്ടേ. അല്ല, അവിടെ വേറെയും മലയാളി നഴ്സുമാർ കാണില്ലേ? അവരുടെ ഫോൺ എന്തെങ്കിലും വിളിക്കാമല്ലോ. കഷ്ടകാലത്തിന് ആ ആശുപത്രിയിൽ ഒറ്റ മലയാളി നേഴ്സ് ഇല്ല. ഉടനെ വിളിക്കും. മോനെ വിളിക്കാതിരിക്കും അവള്. മോനിരിക്കും. ഇതാരോടായി നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. ആരും ഇല്ല. അമ്മച്ചി, ആ മഞ്ഞ കളറിലെ ഗുളിയല്ലേ, അതൊരു മാസം കൂടെ കൊടുത്തു. അപ്പച്ചൻ ഈ പപ്പടോ അച്ചാറൊന്നും കഴിക്കണ്ട. ബീഫ് കഴിക്കാമോ? പിന്നെ ഇപ്പൊ ബീഫ് കഴിക്കാഞ്ഞിട്ടാ. അപ്പച്ചൻ്റെ ബീഫ് ഞാൻ ഏറ്റു. അറിയല്ലോ. സിൽവി മോനെ കൈ ചീത്തയാക്കണ്ട, അമ്മ ചെയ്തോളെ ഇതൊക്കെ. ഞാനൊന്ന് പഠിക്കട്ടെ. ജർമ്മനി ചെന്ന് അവളെ സഹായിക്കാൻ ഞാൻ മാത്രമല്ലേ ഉള്ളൂ. ആ ശരിയാ, അല്ലെങ്കിൽ അവൾക്കിതൊന്നും അറിയത്തില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചോളാം. നീ ഇങ്ങനെ കരയാതെ വെച്ചേ. പെമ്പിള്ളേരായ കുറച്ചൊക്കെ ധൈര്യം വേണം. ഓളെന്തിനാ കരയുന്നത്? ഇവള് സ്കൂളിൽ പോകുമ്പോഴും വരുമ്പോഴും ഒരുത്ത ശല്യം ചെയ്യുന്നു. അത്രേ ഉള്ളൂ. അത് നമുക്ക് നാളത്തോടെ ശരിയാക്കാം. അത്രേ ഉള്ളൂ. ഞാനും ഈ പണി കുറെ പഠിച്ചതാണ്. എക്കോ എടുക്കണം, വേണ്ടി വന്ന ആൻജിയോഗ്രാമം ചെയ്യണം. എൻ്റെ ഒരു മനസ്സമാധാനത്തിൽ. ക്രിയാറ്റിൻ ലെവൽ കുറച്ച് കൂടുതലാണ്. പക്ഷെ ഡോക്ടർമാരൊന്നും നയിക്കുന്നില്ല. കാരണം എന്താ? ക്രിയാറ്റിൻ ലെവൽ കുറയ്ക്കാനുള്ള മരുന്ന് അലോപ്പതിയിലില്ല. അതിന് ഹോമിയോപ്പതി നോക്കണം. കുറ്റിപ്പുറത്തുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഡോക്ടർ ഇക്ബാൽ. എടുക്കുന്ന അപ്പം ചെന്ന് മിണ്ടായിരിക്കുന്നത്. ഹാപ്പി അല്ലേ? എന്തു പറ്റി അമ്മച്ചി? ഇത്ര സ്നേഹമുള്ളെന്ന് എന്നെ മനസ്സിലാക്കാൻ എൻ്റെ മോക്ക് കഴിഞ്ഞില്ലല്ലോ മോനെ. എന്ത്? ഇന്ന് വന്നാ വാട്സപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കും മോളെ. ഇത് നമ്മുടെ സലോമിയല്ലേ? കൂടെ നിൽക്കുന്ന ആ ജർമ്മൻകാരൻ സാഹിബിന് ആ വഞ്ചക്ക് കെട്ടി. വണ്ടി എടുത്ത് മാറ്റാ നീ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം. വേഷം മാറി നടക്കുന്ന ഒരു CID ആണ് ഞാൻ. ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പെരുങ്കള്ളൻ ഈ ബസ്സിലുണ്ടെന്ന്
ഒരു അജ്ഞാത സന്ദേശം കിട്ടി. അവനെ പിടികൂടാൻ എല്ലാവരും സഹകരിക്കണം പ്ലീസ്. ഒരു സി ഐ ഡി ജീവനോടെ ആദ്യമായിട്ടാണ് കാണുന്നത്. ജീവനില്ലാത്ത സി ഐ ഡിയെ മുമ്പ് കണ്ടിട്ടുണ്ടോ? ഈ കോന്തനാണോ സി ഐ ഡി? ഉണ്ടാ കോന്തനാണെങ്കിൽ ഭയങ്കര ബുദ്ധിയായിരിക്കും. വാ മോനെ. ഇവനാണോ കള്ളൻ? എന്തായാലും എന്തോരോ മാന്യൻ. മാന്യന്മാരൊക്കെ ഈ പണിക്ക് ഇറങ്ങുന്നത്. ബാഗ് മാറ്റാ മോന്തത് കാണട്ടെ. എല്ലാവർക്കും CID ഡിപ്പാർട്ട്മെന്റ് നന്ദി. റേബ സാബ് ശുക്രിയ. ഓരോന്ന് ഇറങ്ങിക്കോളും വേഷം കെട്ടുമായിട്ട്. എന്നാലും ഇത്ര ആളുകളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ തന്നെ ബസ്സിലുള്ള ആൾക്കാർ മുഴുവൻ നിന്നെ അറിയാം. നീ കോടിയേരി ബാലകൃഷ്ണ. അവരല്ല ഞാൻ ശരിക്കുള്ള കള്ളനാണെന്നല്ലേ വിചാരിച്ചിട്ടുണ്ടാവുക? അങ്ങനെ പ്രകാശ, ഇതാണ് ചരിത്രത്തിന്റെ തിരിച്ചടി. എൻ്റെ ഭാര്യ, അളിയൻ, SI അവരുടെ മുമ്പിൽ വെച്ച് എനിക്കെന്ത് സംഭവിച്ചു എന്ന് നീ കണ്ടിട്ടില്ലല്ലോ. വാ വണ്ടിക്കാർ. भाई थोड़ा सांभर. हाँ भैया सांभर. हाँ इधर नहीं जाइए. ഏതായാലും ജർമ്മൻ ഭാഷ കുറച്ചൊക്കെ പഠിച്ചല്ലോ അല്ലേ? അങ്ങനെയും കുറേ കാശ് പോയി. പോയിട്ടില്ലടാ. നമുക്ക് പത്രത്തിലൊരു പരസ്യം കൊടുക്കാം. ജർമ്മനിയിൽ ജോലിയുള്ള നഴ്സുമാരെ, നിങ്ങൾക്ക് ജർമ്മൻ ഭാഷ പഠിച്ച മുന്തിയ ഇനം ഭർത്താവിനെ ആവശ്യമുണ്ടെങ്കിൽ സമീപിക്കുക. PR ആകാശ്, തവളക്കുഴി. ചങ്കി കുത്തൻ തമാശ പറയില്ലേ ഗോപാൽജി? ഞാൻ സത്യത്തിൽ പുറപ്പെട്ടത് അമ്മയെ കാണാനാണ്. ആ നെക്ലസിന്റെ കാശ് വാങ്ങി ഗോപാൽജി ഏൽപ്പിക്കാൻ. അമ്മ അവിടെ പണപ്പെട്ടിന്ന് തുറന്നു വെച്ചിരിക്കല്ലേ. മോനെ പ്രകാശ, നെക്ലേസിന്റെ പൈസ എടുത്തുകൊണ്ട് പോടാന്ന് പറഞ്ഞോണ്ട്. അല്ലെങ്കിലും ഗോപാൽജിയുടെ പൈസക്ക് കുഴപ്പമുണ്ടാവില്ല. പോപ്പിന്റെ സമ്മേളനം കഴിഞ്ഞ് ഇറ്റലിയിൽ നിന്ന് ആൻറ്റി വരുമല്ലോ. അവർ വരുന്നു, ഒപ്പിടുന്നു, വീടിന്റെയും പറമ്പിന്റെ ആധാരം ബാങ്കിൽ പണയം വെക്കുന്നു, പണം വാങ്ങുന്നു. അക്കാര്യം സലോമിയുടെ അപ്പച്ചൻ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. എന്നാൽ ആ ഉറപ്പ് അയാൾ എന്നോടും കൂടി ഒന്ന് പറയട്ടെ. ഞാനും വരാം അയാളെ കാണാൻ. ഗോപാൽജിക്ക് എന്നെ തീരെ വിശ്വാസമില്ലല്ലേ? എനിക്ക് നിന്നെ മാത്രമേ വിശ്വാസം ഇല്ലാത്തതായി ഉള്ളൂ. ആരാ? വീട് നോക്കാൻ വന്നവരാ? അല്ല, വീട്ടുകാരെ കാണാൻ വന്നു. ഇവിടെ നേരത്തെ താമസിച്ചവര് വീട് ഒഴിഞ്ഞു പോയല്ലോ സാറേ. പുതിയ ആരാ ഇന്ന് വീട് നോക്കാൻ വരുന്നത്? ആന്റണി സാറ് പറഞ്ഞിരുന്നു. ഇത് വാടക വീടാണോ? അതെ, ആന്റണി വക്കീല് വാടകയ്ക്ക് കൊടുക്കുന്ന വീടാ. ഈ വീട് കഴിഞ്ഞവർ എങ്ങോട്ട് പോയെന്നറിയോ? ആർക്കറിയാം? വാടകയെ കുറിച്ച് കുറേ ഉണ്ടായിരുന്നു. ആന്റണി സാറിനോട് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുക. നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം സാർ. ഒരു ടിക്കറ്റ് എടുക്കും സാറേ, നാളെ നറുക്കെടുപ്പാ. സലോമി ഭാഗ്യക്കുറിയുടെ 1ാം സമ്മാനം ഇപ്പം അടിച്ചിട്ട് വരിക. അതിന് വേണ്ട, ബോഡി താങ്ങൂല. നാളത്തെ ഭാഗ്യം, നാളത്തെ ഭാഗ്യം, എനിക്കിപ്പോൾ നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. ഇവൻ ബുദ്ധിമാനാണോ അല്ല ബുദ്ധിരാക്ഷസനാണോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ഉണ്ടായിരുന്നേ. ആ കൺഫ്യൂഷൻ മാറിക്കിട്ടി. അതാണ് എൻ്റെ സന്തോഷം. ഒരുത്തൻ തകർന്ന് തരിപ്പണമായപ്പോൾ സന്തോഷിക്കുകയാണല്ലേ? നീ എവിടെ തകർന്നു? നീ അധ്വാനിച്ചുണ്ടാക്കിയ ഒരു ചില്ലിക്കാശ് ഈ കേസ് പോയോ? ഇല്ലല്ലോ. മറ്റുള്ളതെല്ലാം പോട്ടെ, ഒരു ബന്ധമില്ലാത്ത എൻ്റെ ഭാര്യയുടെ നെക്ലേസ് വരെ നീ തോൽച്ചില്ലേ? അത് മാത്രം പറയരുത് ഗോപാൽജി. ഗോപാൽജിയുടെ ഭാര്യ എൻ്റെ ഏട്ടത്തി അമ്മയാണ്. ഗോപാൽജി ആരാ? എൻ്റെ അച്ഛൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. മലമ്പുഴ കാണാൻ പറ്റാതെ കണ്ണീരൊലിപ്പിച്ച് നിന്ന 12 വയസ്സുകാരന് വണ്ടിക്കൂലി എന്ന അച്യുതൻ മാഷിനെ ഇത്ര വേഗം മറക്കാൻ പാടില്ല ഗോപാൽജി, പാടില്ല. ഒരു മിനിറ്റ് ഒന്ന് നിൽക്കൂ. അന്ന് അച്യുത മാഷ് എനിക്ക് തന്നത് 7 രൂപയാണ്. ഇത് 70 രൂപയുണ്ട്, 10 ഇരട്ടി. മലമ്പുഴയുടെ കാര്യം ഇനി നീ മിണ്ടിപ്പോരുത്. അങ്ങനെ പണം തന്ന് അറുത്ത് മുറിച്ച് മാറ്റാൻ പറ്റുന്നതാണോ ഗോപാൽജി എല്ലാ ബന്ധങ്ങളും? മലമ്പുഴ ബന്ധം ഇന്ന് എനിക്ക് അറുത്ത് മുറിക്കണം. വേണ്ട ഗോപാൽജി, വേണ്ട. പഠിച്ച പണി 18 പറ്റിയിട്ടും ഒരു കരപറ്റാൻ പെടാ പാടുവിടുക മനുഷ്യർ. 17 പണികൾ നീ പഠിച്ചിട്ടില്ല. ആകെ പഠിച്ച നേഴ്സിൻ്റെ പണി നീ ഒട്ട് ചെയ്യുന്നില്ല. പിന്നെ എങ്ങനെ രക്ഷപ്പെടും? ഇനിയിപ്പോൾ നോക്കാൻ വേറൊന്നുമില്ല. നേഴ്സെങ്കിൽ നേഴ്സ്. അത് നീ മാത്രം തീരുമാനിച്ചാൽ പോരല്ലോ. പഠിച്ചു എന്നല്ലാതെ ഒരു എക്സ്പീരിയൻസും ഇല്ലാതെ നിനക്ക് പെട്ടെന്ന് ആരെങ്കിലും നേഴ്സിൻ്റെ പണി തരുമോ? ഞാൻ പിന്നെ എന്ത് ചെയ്യണം? ചാണ്. പക്ഷെ ചാവാനുള്ള ഈ മനസ്ഥിതിയെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങനെയുള്ളവർക്ക് എന്ത് പണി ചെയ്യാം. ഇനി നിൻ്റെ സ്റ്റിയറിംഗ് എൻ്റെ കയ്യിൽ തന്നാൽ മതി. എന്ത് സ്റ്റിയറിംഗ്? പ്രകാശൻ എന്ന വണ്ടിയുടെ സ്റ്റിയറിംഗ് അതെനിക്ക് തരുക. തന്നാൽ
പിന്നെ നീ ഒന്നും അറിയണ്ട. വണ്ടി എനിക്കിഷ്ടമുള്ള സ്ഥലത്തൂടെ ഞാൻ ഓടിക്കും. ഇതെന്താ ഇത്? ഇതാണ് നെൽപ്പാടം. നടാനുള്ള ഞാറുകളാണ് പാടത്ത് കിടക്കുന്നത്. ഞാനിവിടെ എന്ത് ചെയ്യാൻ? നീ ഇവിടെ ഞാറ് നടും. ബംഗാളികൾക്ക് കൊടുക്കുന്ന കൂലി നിനക്കും കിട്ടും. അങ്ങനെ കുറേ ദിവസം പണിയെടുത്താൽ എൻ്റെ നെക്ലേസിൻ്റെ കടം വിടും. വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല പ്രകാശ. അല്ല ഗോപാൽജി, ഞാൻ നിന്നെ അറിയുന്ന ആരും ആ കൂട്ടത്തിലില്ല. എനിക്ക് ഞാറ് നടാനൊന്നും അറിഞ്ഞൂടാ. അറിയാനൊന്നുമില്ല. ഞാറിൻ്റെ കെട്ടഴിക്കുന്ന കുറേശ്ശെ ചെളിയിൽ നടന്നു. അവർ ചെയ്യുന്ന പോലെ നോക്കി ചെയ്താൽ മതി. എനിക്കിതൊന്നും ശീലമില്ല ഗോപാൽജി. ഇതാണ് നമ്മുടെ കുഴപ്പം. സ്വന്തം നാട്ടിൽ കൃഷിപ്പണി ചെയ്യില്ല, അന്യനാട്ടിൽ പോയി കണ്ടവൻ്റെ കക്കൂസ് കഴുകും. നീ ചെല്ല് പ്രകാശ. എന്ത്? ബംഗാളികളുടെ ഞാറ്റുപാട്ട്. ഇപ്പൊ നമ്മുടെ പാടത്തൊക്കെ ഇവരുടെ പാട്ടിലേക്ക് കേൾക്കും. നമ്മൾ പണിയും മറന്നു പാട്ടും മറന്നു. ആരാ? റേച്ചൽ മാഡത്തിനെ കാണാൻ വന്നു. ഗോപാൽജി പറഞ്ഞിട്ടാണോ? അതെ. മാഡം അകത്തോണ്ട് ചെന്നോളൂ. ഗുഡ് മോർണിംഗ് മാഡം. പ്രകാശൻ അല്ലേ? അല്ല, PR ആകാശ്. ഗോപാൽജി ചിലപ്പോഴൊക്കെ തെറ്റി പ്രകാശ് എന്ന് വിളിക്കാറുണ്ട്. ഓ അതാവും. ഇവിടെ വല്ലപ്പോഴും വല്ല ലേബറേഴ്സിനെ ആവശ്യമുള്ളപ്പോൾ ഗോപാൽജിയോടാ പറയുക. പോളി ചേച്ചി, ഇതാണ് ഗോപാൽജി പറഞ്ഞ ആള്. ആകാശ്. ഓ ആകാശൻ. അല്ലല്ല, PR ആകാശ്. പൗളി ചേച്ചിയാണ് ഇവിടുത്തെ ഓൾ ഇൻ ഓൾ. എന്താവശ്യം ഉണ്ടെങ്കിലും ചേച്ചിയോട് പറഞ്ഞാൽ മതി. എൻ്റെ കോളേജിൽ എക്സാം നടക്കുന്ന സമയമാണ്. പ്രിൻസിപ്പളായിട്ട് തീരെ വിട്ട് നിൽക്കാൻ പറ്റുന്നില്ല. എന്നാലും ഒന്ന് ഓടി വന്നതാണ് എൻ്റെ ഇടയ്ക്ക്. ടീന മോൾ എഴുന്നേറ്റില്ലല്ലോ. എങ്ങനെ എഴുന്നേക്കാനാ? പുലർച്ചെ വരെ ആ കുന്തവും കുത്തിക്കൊണ്ടിരിക്കുകയല്ലായിരുന്നു. കുറുമ്പ് കുറച്ച് കൂടുതലാണ്. ആർക്ക്? മൂക്ക്. അരുതെന്ന് പറഞ്ഞാൽ പിന്നെ അതേ ചെയ്യൂ. കുട്ടികളല്ലേ മാഡം, ഒരു മയത്തിലങ്ങ് നിന്നാൽ മതി. ഞാനിതുപോലെ പല സ്വഭാവത്തിലുള്ള ഒരുപാട് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്തിട്ടുള്ളതാണ്. ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പേടിക്കണ്ട. പിന്നെ മരുന്നിൻ്റെ ചാർട്ട് അവളുടെ മുറിയിൽ തന്നെയുണ്ട്. ഇടയ്ക്ക് ഡോക്ടർ വന്ന് നോക്കിക്കോളും. രാത്രി തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ മാത്രം ചിലപ്പം ഇഞ്ചക്ഷൻ കൊടുക്കേണ്ടി വരും. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ജങ്ക് ഫുഡ് അവളുടെ വീക്ക്നെസ് ആണ്. കേക്ക്, പിസ്സ, ബർഗർ ഇതൊന്നും കൊടുക്കരുതെന്ന് ഡോക്ടർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ എല്ലാവരെയും കണ്ണ് വെട്ടിച്ച് അവൾ ഫോൺ വഴി അത് ഓർഡർ ചെയ്ത് വരുത്തും. അതൊരു കാരണവശാലും സമ്മതിക്കരുത്. അത് ഞാൻ ഏറ്റു. വർത്താനം പറഞ്ഞ നേരങ്ങളുണ്ടോ? ഇപ്പൊ തന്നെ വൈകി. അപ്പോൾ ശരി, താമസിക്കാനുള്ള മുറി ചേച്ചി കാണിച്ചു തരും. മോൾ എഴുന്നേൽക്കുമ്പോൾ പറഞ്ഞോളൂ കേട്ടോ. ആകാശം വാ. ഇതാണ് ആകാശന്റെ മുറി. ആകാശന് കാപ്പിയോ ചായ വല്ലതും വേണം? ആവാം. ആകാശ, ദേ ചായ. ഉഗ്രം വീടാണല്ലോ. റേച്ചലിന്റെ അപ്പാപ്പനുണ്ടാക്കിയ വീടാ. ഭാഗം വെച്ചപ്പോൾ അത് റേച്ചലിന് കിട്ടി. കാലത്ത് എന്തെങ്കിലും കഴിച്ചിട്ടാണോ ആകാശന് ഇറങ്ങിയേ? അയ്യോ ഇല്ല, ഗോപാൽജി പറഞ്ഞ എല്ലാം ഇവിടെ കിട്ടുമെന്ന്. എന്നാ പിന്നെ ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കട്ടെ. ആ ടീനമോൾ എഴുന്നേറ്റ പിന്നെ ഒന്നും നടക്കത്തില്ല. തൊട്ടതിനെ പിടിച്ചും ഒക്കെ അങ്ങ് ദേഷ്യവാ. പുട്ട് വേണോ ഇടിയപ്പം വേണോ? പുട്ട് ബെസ്റ്റാ. പുട്ടാ അല്ലേ? മുട്ടക്കറി ഉണ്ടാക്കാം. ആരെ വിളിക്കാതോ? താനേതാ? പെൺകുട്ടിയായിരുന്നു. ഞാൻ ഇപ്പൊ എന്തെങ്കിലും ചെയ്തേനെ. മുൻവശത്ത് ഗേറ്റ് ഉണ്ടല്ലോ, പിന്നെ എന്തിനാ ഇതിലൂടെ വരുന്നത്? ഇവിടുത്തെ ടീനമോളെ കാണാൻ വന്നതാ. അതിന് മതിലടി പറഞ്ഞു. താനാരാ? ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ഓ, എന്നെ കാണാതെയാണോ പ്രശ്നം? താനൊന്ന് ഒച്ച വെക്കാതിരിക്കേ. ആ സെക്യൂരിറ്റി കണ്ട പിന്നെ അത് മതി. ഓ,
സെക്യൂരിറ്റിക്കാരൻ കണ്ടാ കുഴപ്പമുണ്ടെങ്കിൽ ആകെപ്പാടെന്തോ കുഴപ്പമുണ്ടല്ലോ. ടീന മോള് വിളിച്ചിട്ടാ ഞാൻ വന്നത്. പിന്നെ എന്തുകൊണ്ട് നേരായ വഴി കൂടെ വന്നുകൂടാ? കാര്യം ഞാൻ പറയാം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ? അല്ല സത്യത്തിൽ നിങ്ങളാരാ? ഞാൻ ടീനമോളെ നോക്കാൻ വന്ന PR ആകാശ്. ഓ, പുതിയ നേഴ്സ്. അങ്ങനെയും പറയാം. ടീനമോൾക്ക് ബർഗർ ഭയങ്കര ഇഷ്ടാ. ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാ. ഓർഡർ അനുസരിച്ച് ആവശ്യക്കാർക്ക് എത്തിച്ചു കൊടുക്കും. മനസ്സിലായി? നടക്കില്ല. ഒരു പേഷ്യന്റ് ആരോഗ്യ പരിപാലനത്തിന് വന്ന ആളാണ് ഞാൻ. ഇജാതി വൃത്തിയായിട്ട് ഫുഡ് എന്റെ പേഷ്യൻസിന് കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഐ വിൽ നോട്ട് റിപ്പീറ്റ് ദിസ്. കഷ്ടപ്പെട്ട് വന്നു പോയില്ലേ, ഇതൊന്ന് കൊടുത്തോട്ടെ, ഇനി ഞാൻ വരില്ല. സെക്യൂരിറ്റി, സെക്യൂരിറ്റി, പോളിച്ചേച്ചി, പോളിച്ചി. എടാ ദ്രോഹി. സെക്യൂരിറ്റി, പോളിച്ചേച്ചി, സെക്യൂരിറ്റി, കള്ളി, കള്ളി. സെക്യൂരിറ്റി, പോളിച്ചേച്ചി. ഗുഡ് മോർണിംഗ് ടീന. മിസ്റ്റർ ആകാശ് അല്ലേ? യാ, PR ആകാശ്. മമ്മി പറഞ്ഞിരുന്നു. ഞാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആയിപ്പോയി. രാത്രി മുഴുവൻ യൂട്യൂബിൽ നിന്ന് കണ്ടു കാണുമല്ലേ? സിനിമയായിരുന്നു? ഏയ് അങ്ങനെയൊന്നുമില്ല. ഉറക്കം വരുന്നവരെ എന്തെങ്കിലും കണ്ടോണ്ടിരിക്കും. മോസ്റ്റ്ലി നെറ്റ്ഫ്ലിക്സ്. നല്ല സിനിമയാണ്, ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ രാത്രി എന്ന് പറയുന്നത് ഉറങ്ങാനുള്ളതാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾ ഒരു 10-11 മണിയാകുമ്പോഴേക്കും ഉറങ്ങണം. ഉറക്കമാണ് നമ്മുടെ ശരീരത്തിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല മരുന്ന്. ഇനിയിപ്പോൾ ഞാനുണ്ടല്ലോ, ടീനമോളുടെ ഉറക്കം, ഭക്ഷണം, ഇതിനൊക്കെ നമുക്കൊരു ചിട്ട വരുന്നത്. സത്യം എനിക്കത് തോന്നാറുണ്ട്. പക്ഷേ സെൻസിബിളായ ആരെങ്കിലും വേണ്ട ഇതൊന്ന് പറഞ്ഞുതരാൻ. യാ ബാക്ക് ഇൻ 2014 ഞാൻ ബോംബെ ലീലാവതി ഹോസ്പിറ്റലായിരുന്നപ്പോൾ അവിടെ എനിക്കൊരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു. ഓ, ലീലാവതിയിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? സോറി, അത് ഞാൻ പറയാൻ മറന്നു. ആദ്യം ഞാൻ ഡൽഹി എയിംസിലായിരുന്നു. അവിടെ നിന്നാണ് എന്നെ ചെന്നൈ അപ്പോളോയിലേക്ക് വിളിപ്പിച്ചത്. അപ്പോഴേക്കും മാസ്റ്റർ മെഡിസിറ്റി എന്നെ ഭരിച്ചു. പിന്നെ മണ്ടാനം മെഡിക്കൽ കോളേജ്, ചെർപ്പളശ്ശേരി ഹെൽത്ത് സെൻറ്റർ, അങ്ങനെ പോകുന്നു. ആഹാ, ഇത്രയൊക്കെ എക്സ്പീരിയൻസ് ഉള്ള ആളാണോ? ഐ എം റിയലി ലക്കി. ഞാനും ലക്കിയാണെന്ന് തോന്നുന്നു. കാരണം ഞാനിവിടെ വന്നപ്പോൾ തൊട്ട് നമുക്ക് വേണ്ടപ്പെട്ടവർ തന്നെ ടീനമോളെ പറ്റി തന്നൊരു പിക്ചർ, ലൈക്ക് ദേശീയക്കാരിയാണ്, കുറുമ്പിയാണ്. പക്ഷെ കണ്ടപ്പോഴല്ലേ മനസ്സിലായത് എന്തൊരു പാവം കുട്ടിയാണ്. പോയോ പൊട്ടി. ഞാൻ ഓർഡർ ചെയ്ത ബർഗറുമായി വന്ന ചേച്ചി തന്നെ ഓടിച്ചു വിട്ടു അല്ലേ? അവിടെ ഇരിക്കും. അമ്മ ചായ. ഇപ്പൊ തരാൻ ജർമ്മനി. എന്നാ പുറപ്പെടല്ലേ?
ഡ്രസ്സൊക്കെ മാറിയില്ലല്ലേ? ഇനി ആ ബാഗും കൂടി എടുത്തു.